ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ അക്കാഡമി. അപ്പോൾ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എയർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ എയറിൻ്റെ സ്ട്രക്ചറും സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയറും എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാം കേട്ടോ. അതുപോലെ തന്നെ വിൻഡിൻ്റെ കാര്യവും അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് വിൻഡ്സ്, റെയിൻഫോളിൻ്റെ വ്യത്യസ്ത ടൈപ്സ് ഒക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, our earth is surrounded by a huge blanket of air. It is called atmosphere. അല്ലേ, നമ്മുടെ earth എന്ന് പറയുന്നത് എന്താണ് മക്കളെ? നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് എന്ന് വെച്ചാല് ഈ ഒരു വായു കൊണ്ട് മൂടിയൊരു സംഗതിയാണ് അല്ലേ. അതിന് പറയുന്ന പേരാണ് എന്ത്? അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. നോക്കിക്കേ, സെക്കൻഡ് പോയിന്റ്, all living beings on this earth depend on the atmosphere for their survival. അല്ലേ, എല്ലാ ലിവിങ് ബീങ്സും ജീവജാലങ്ങളും എല്ലാം എന്തിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് മക്കളെ? ഈ അറ്റ്മോസ്ഫിയറിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് അല്ലേ. അവർക്ക് എന്തിനേയും അതിജീവിക്കാൻ പറ്റുന്നത് ഇത്തരം ഏർത്തിനല്ലേ, അല്ലെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ ആശ്രയിച്ച് നിൽക്കുമ്പോൾ അവർക്ക് ലൈഫ് സർവൈവ് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ടാണ് അല്ലേ. ഓക്കെ, അവർ earth is surrounded by a huge blanket of air. It is called as atmosphere. And second point, all living beings on this earth is depend on the atmosphere for their survival. Okay, and next slide മക്കൾ നോക്കിക്കേ. And it provides us the air we breathe. അല്ലേ, നമുക്ക് ശ്വസിക്കാനുള്ള വായു ഒക്കെ നമുക്ക് തരുന്ന അറ്റ്മോസ്ഫിയറിൽ നിന്നാണ് അല്ലേ. ഓക്കെ, പിന്നെയോ it protects us from harmful effects of sun rays. അല്ലേ, അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയർ നമ്മളെ എന്തിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നു? ഹാർംഫുൾ ആയിട്ടുള്ള റേസ് നമ്മുടെ മേലേക്ക് അടിക്കാതെക്കാൻ വേണ്ടി അതും ആര് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്? നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. അറ്റ്മോസ്ഫിയർ സംരക്ഷിക്കുന്നുണ്ടല്ലേ നമ്മളെ. the atmosphere provides us the air we breathe and protect us from the harmful effects of sun rays. Okay, second point നോക്കിക്കേ, without this blanket of protection we would be baked alive by the heat of sun during day and get frozen during night. ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഇതില്ലെങ്കിൽ നമ്മൾ എന്തായേനെ? ഈ സൺറൈസ് ഒക്കെ നേരിട്ട് നമ്മുടെ ഇതിലേക്ക് പതിച്ചിട്ട് നമ്മൾ കത്തിപ്പോയേനെ ലൈവായിട്ട് അല്ലേ. ഓക്കെ, അതാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് provides us the air we breathe and protects us from the harmful effects of sun rays. Okay, second point നോക്കിക്കേ മക്കള്, without this blanket of protection we would be baked alive by the heat of the sun during day and get frozen during night. നല്ല രീതിയിൽ ഈ സൂര്യപ്രകാശമൊക്കെ അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്ത് ലൈവായിട്ട് ബേക്കായി പോവും, അല്ലെങ്കിൽ നല്ല തണുപ്പ് കെട്ടി നമ്മൾ ഫ്രോസായി ഐസായി പോവും രാത്രിയിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് കമ്പോസിഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ എന്ന ഫാമിലി ഉണ്ടായത് എന്തൊക്കെ സാധനങ്ങൾ അടങ്ങിയിട്ടാണ് എന്ന് നോക്കിയാലോ. ഇറ്റ് ഇസ് ഫസ്റ്റ് പോയിന്റ്, nitrogen and oxygen are two gases which make up the bulk of atmosphere. ഇതൊക്കെ രണ്ട് gases ആണ് atmosphere ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം. ഫസ്റ്റ് വൺ it is nitrogen and second one it is oxygen അല്ലേ. അതുപോലെ തന്നെ സെക്കൻഡ് പോയിന്റ് നോക്കിക്കേ, കാർബൺ ഡയോക്സൈഡ്, ഹീലിയം, ozone, argon and hydrogen are found in lesser quantities. വലിയ ലെവലില് ഈ ഒരു അറ്റ്മോസ്ഫിയർ മേക്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഗ്യാസസ് നൈട്രജനും ഓക്സിജനും ആണ്. പക്ഷെ അത്ര വലിയ ലെവലിൽ സഹായിക്കാത്ത ഗ്യാസസ് ഏതാണ്? ഇത്തിരി മാത്രം സഹായിക്കുന്ന ഗ്യാസസ് ആണ്. ഫസ്റ്റ് വൺ കാർബൺ ഡയോക്സൈഡ്, സെക്കൻഡ് വൺ ഹീലിയം ആൻഡ് തേർഡ് വൺ ഓസോൺ, ഫോർത്ത് വൺ ആർഗൺ ആൻഡ് സിക്സ്ത് വൺ ഹൈഡ്രജൻ അല്ലേ. അപ്പോ ലാർജർ ക്വാണ്ടിറ്റീസിൽ അറ്റ്മോസ്ഫിയർ മേക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഗ്യാസസ് നൈട്രജനും ഓക്സിജനുമാണ്. ലെസർ ക്വാണ്ടിറ്റീസിൽ സഹായിക്കുന്ന ഗ്യാസസ് ആണ് കാർബൺ ഡയോക്സൈഡ്, ഹീലിയം, ഓസോൺ, ആർഗൺ ആൻഡ് ഹൈഡ്രജൻ അല്ലേ. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. ഇതിന്റെ ഒരു പിക്ചറൈസേഷൻ ആണ്. നൈട്രജൻ 78% അറ്റ്മോസ്ഫിയർ മേക്ക് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. ആൻഡ് 21% ഓക്സിജൻ ഉണ്ട്, 78% നൈട്രജൻ അല്ലേ. നൈട്രജൻ ഇത് ഓൺലി 21% ഓക്സിജനും. ഓക്കെ, ഓൺലി 1% മാത്രമാണ് എന്തൊക്കെ? കാർബൺ ഡയോക്സൈഡ്
ആർഗൺ വാട്ടർ വേപ്പർ ഉള്ളത് അറ്റ്മോസ്ഫിയറിന്റെ അല്ലേ. വലിയ ക്വാണ്ടിറ്റീസ് ആയിട്ട് അറ്റ്മോസ്ഫിയർ മേക്കപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഗ്യാസ് നൈട്രജനും ഫസ്റ്റ് വൺ നൈട്രജൻ ഓക്സിജൻ ആണ്. ബാക്കി ഓൺലി 1% ആണ് കാർബൺ ഡയോക്സൈഡ്, ആർഗൺ, വാട്ടർ വേപ്പർ ആൻഡ് അതർ ഗ്യാസസ്. 21% ഓക്സിജനും 78% നൈട്രജനുമാണ് ലാർജർ ക്വാണ്ടിറ്റീസിൽ ഈ അറ്റ്മോസ്ഫിയർ മേക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഗ്യാസ്. ലെസർ ക്വാണ്ടിറ്റീസിൽ സഹായിക്കുന്ന ഓൺലി 1% ആണ് എന്തുള്ളത്, കാർബൺ ഡയോക്സൈഡ്, ആർഗൺ, വാട്ടർ വേപ്പർ ആൻഡ് അതർ ഗ്യാസസ് ഉള്ളത്. ഓക്കെ. ആൻഡ് അപ്പാർട്ട് ഫ്രം ദിസ് ഗ്യാസസ്, ഈ ഗ്യാസസ് അല്ലാതെ ടൈനി ഡസ്റ്റ് പാർട്ടിക്കിൾസും എവിടെയുണ്ട്, നമ്മുടെ വായുവിലുണ്ട് അല്ലെ. അപ്പോ ഈ ഒരു ഗ്യാസസ് അല്ലാതെ ടൈനി ആയിട്ടുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആയിട്ട് ചിലത് കാണപ്പെടുന്നുണ്ട് കേട്ടോ നമ്മുടെ വായുവില്. അതെന്താണ് നോക്കിയാലോ. ഫസ്റ്റ് സെക്കൻഡ് പോയിന്റ് നോക്കിക്കേ. നൈട്രജൻ ഇസ് ദ മോസ്റ്റ് പ്ലാന്റിഫുൾ ഗ്യാസ് ഇൻ ദ എയർ. വായുവിലെ മോസ്റ്റ് കൂടുതൽ ഉൾപ്പെടുന്ന ഒരു ഗ്യാസ് എന്ന് പറയുന്നത് എന്താണ്, നൈട്രജൻ ആണ്. വെൻ വി ഇൻഹേൽ വി ടേക്ക് സം എമൗണ്ട് ഓഫ് നൈട്രജൻ ഇൻ ടു അവർ ലങ്സ് ആൻഡ് എക്സീൽ ഇറ്റ്. എന്ന് വെച്ചാൽ കൂടുതൽ വായുവിൽ ഉൾപ്പെടുന്ന ഗ്യാസ് ഏതാ മക്കളെ, ഇറ്റ് ഈസ് നൈട്രജൻ ആണ്. അപ്പൊ നമ്മൾ മനുഷ്യര് അത് ശ്വസിക്കുന്നു, എന്നിട്ട് അത് പുറത്തേക്ക് പുറന്തള്ളുന്നു അല്ലെ. അപ്പൊ ശ്വസിക്കുമ്പോൾ അത് ലങ്സിലേക്ക് എത്തുന്നു നൈട്രജൻ, അതുപോലെ തന്നെ അത് പുറന്തള്ളുന്നു ചെയ്യുന്നുണ്ട്, എക്സൈൽ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പാർട്ട് ഫ്രം ദിസ് ഗ്യാസസ് tiny dust particles are also present in the air. Second point, nitrogen is the most plentiful gas in the air. When we inhale, we take some amount of nitrogen into our lungs and exhale it എന്നാണ് പറയുന്നത്. Okay. അപ്പൊ നമ്മുടെ മനുഷ്യരുടെ കാര്യം പറഞ്ഞു. അപ്പൊ ചെടികൾ അതോ നോക്കിയാലോ. ബട്ട് പ്ലാന്റ്സ് നീഡ് നൈട്രജൻ ഫോർ ദിയർ സർവൈവൽ. പ്ലാന്റ്സിനും ജീവിക്കണമെങ്കിൽ, ചെടികൾക്കും ജീവിക്കണമെങ്കിൽ എന്ത് വേണം, ലാർജ് എമൗണ്ട് ആയിട്ട് നമ്മുടെ നൈട്രജൻ വേണം അല്ലെ. ദേ കനോട്ട് ടേക്ക് നൈട്രജൻ ഡയറക്ട്ലി ഫ്രം ദ എയർ. പക്ഷെ പ്ലാന്റ്സിന് എന്ത് പറ്റില്ല, വായുവിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നേരിട്ട് എന്ത് കിട്ടില്ല, നൈട്രജൻ ലഭിക്കില്ല അല്ലെ. സോ bacteria that live in the soil and roots of some plants take nitrogen from the air and change its form so that plant can use it. പ്ലാന്റ്സിന് എങ്ങനെയാണ് നൈട്രജൻ ഉപയോഗപ്പെടുത്താൻ പറ്റുക, ചില ബാക്ടീരിയാസ് ഉണ്ടാവില്ലേ ഈ പ്ലാന്റ്സിനൊക്കെ മാന്യൂർ ആയിട്ട് നിൽക്കുന്ന ബാക്ടീരിയാസ്, അത് നൈട്രജൻ അവരെന്ത് ചെയ്യും, കൺസ്യൂം ചെയ്തിട്ട് അത് പ്ലാന്റിന് അങ്ങനെയാണ് കേട്ടോ ലഭിക്കുന്നത്. ഓക്കെ. But plants need nitrogen for their survival. They cannot take nitrogen directly from air. Like plants cannot take nitrogen directly from the air. Next point. Bacteria that live in the soil and roots of some plants take nitrogen from the air and change its form so that plants can use it. Okay, next slide. ഇനി അടുത്ത നൈട്രജൻ കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു നൈട്രജൻ ഓൺലി 78% നൈട്രജൻ ഉണ്ട് അല്ലെ. എയറിൽ ഓക്സിജൻ 21% ആണ് അതിന്. അപ്പൊ ഓക്സിജൻ ഇസ് സെക്കൻഡ് മോസ്റ്റ് പ്ലാന്റിഫുൾ ഗ്യാസ് ഇൻ ദ എയർ. വായുവിൽ രണ്ടാമതായിട്ട് കൂടുതലുള്ളത് ഏതാണ്, ഓക്സിജൻ ആണ് അല്ലെ. അപ്പോ സെക്കൻഡ് പോയിന്റ്, ഹ്യൂമൻസ് ആൻഡ് എനിമൽസ് ടേക്ക് ഓക്സിജൻ ഫ്രം ദ എയർ ആസ് ദേ ബ്രീത്ത് അല്ലെ. മനുഷ്യരും മൃഗങ്ങൾക്കും ഓക്സിജൻ എങ്ങനെയാണ്, ശ്വസിക്കുമ്പോഴാണ് ലഭിക്കുന്നത്. ഓക്കെ. തേർഡ് പോയിന്റ് നോക്കിക്കേ. ഗ്രീൻ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ഓക്സിജൻ ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. നമ്മുടെ ഗ്രീൻ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസിലൂടെയാണ് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പുറന്തള്ളുന്നത് അല്ലെ. അപ്പൊ നമ്മൾ സെക്കൻഡ് പ്ലാന്റിഫുൾ ഗ്യാസ് ഇൻ ദ എയർ എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. ഫസ്റ്റ് ഏതായിരുന്നു പ്ലാന്റിഫുൾ ഗ്യാസ്, നൈട്രജൻ ആണ്. സെക്കൻഡ് ഇപ്പൊ പറയുന്ന ഓക്സിജൻ ആണ്. ഹ്യൂമൻസ് ആൻഡ് ആനിമൽസ് take oxygen from the air as they breathe, and last one, green plants produce oxygen during photosynthesis. Okay. അതുപോലെ തന്നെ ഓക്സിജൻ കണ്ടന്റ് ഇൻ ദ എയർ റിമെയിൻസ് കോൺസ്റ്റന്റ്. എന്ന് വെച്ചാൽ എയറിലെ ഓക്സിജൻ കണ്ടന്റ് ടെമ്പററി താൽക്കാലികമായി നിൽക്കല്ല, പെർമനന്റ് ആണ്, കോൺസ്റ്റന്റ് ആയിട്ടാണ് നിലനിൽക്കാറ്. ഇഫ് വി കട്ട് ട്രീസ് ദെൻ ദിസ് ബാലൻസ് ഗെറ്റ്സ് ഡിസ്റ്റർബ്ഡ്. അപ്പോൾ നമ്മളിങ്ങനെ മരം മുറിക്കുമ്പോൾ, ആളുകൾ മരം മുറിച്ച് അവരുടെ പ്രോഫിറ്റിന് വേണ്ടി ഓരോന്ന് ഉണ്ടാക്കുന്നില്ലേ, ഇങ്ങനെ മരം മുറിക്കുമ്പോൾ ഓക്സിജൻ ബാലൻസിന് അത് നല്ല രീതിയിൽ ആഘാതം ഉണ്ടാക്കുന്നു, എഫക്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ എന്താ പറയുന്നത്, in this way oxygen content in the air remains constant. Second point, if we cut trees then this balance get disturbed. Okay. Any third one, we are going least ആയിട്ട് lesser quantities ആയിട്ട് എയറിൽ ഉൾപ്പെടുന്ന മറ്റൊരു ഗ്യാസ് ഏതാണ്, കാർബൺ ഡയോക്സൈഡ് ആണ് അല്ലെ. ലാർജർ ക്വാണ്ടിറ്റീസിലുള്ള ഗ്യാസസ് ഏതൊക്കെയാ, ഫസ്റ്റ് വൺ
ലാർജർ ക്വാണ്ടിറ്റീസിൽ കാണപ്പെടുന്ന എയറിൽ കാണപ്പെടുന്ന ഗ്യാസസ് ഏതൊക്കെയാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത മക്കള് പറഞ്ഞേ? ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് നൈട്രജൻ, സെക്കൻഡ് വൺ ഓക്സിജൻ ആൻഡ് തേർഡ് വൺ ലെസ്സർ ക്വാണ്ടിറ്റീസിൽ കാണപ്പെടുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ് അല്ലെ. ഇറ്റ് ഇസ് another important gas അല്ലെ. അപ്പോ സെക്കൻഡ് പോയിന്റ് നോക്കിക്കേ, ഗ്രീൻ പ്ലാന്റ്സ് യൂസ് കാർബൺ ഡയോക്സൈഡ് ടു മേക്ക് ദിയർ ഫുഡ് ആൻഡ് റിലീസ് ഓക്സിജൻ അല്ലെ. ഈ ഗ്രീൻ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് കാർബൺ ഡയോക്സൈഡ് യൂസ് ചെയ്തിട്ടാണ് അവർ ഫുഡ് ഉണ്ടാക്കുന്നത്, ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്നിട്ട് അവർ റിലീസ് ചെയ്യുന്ന ഗ്യാസ് ഏതാണ്? കാർബൺ ഡയോക്സൈഡ് കൺസ്യൂം ചെയ്തിട്ട് ഫുഡ് മേക്ക് ചെയ്തിട്ട് അവർ റിലീസ് ചെയ്യുന്ന, ഈ ഗ്രീൻ പ്ലാന്റ്സ് റിലീസ് ചെയ്യുന്ന ഗ്യാസ് ഏതാ മക്കളെ? ഓക്സിജൻ ആണ് അല്ലെ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ഹ്യൂമൻസ് ഓർ ആനിമൽസ് റിലീസ് കാർബൺ ഡയോക്സൈഡ്. ഹ്യൂമൻസും ആനിമൽസും എങ്ങനെയാണ് കാർബൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡ് ആണ് റിലീസ് ചെയ്യുക, ഓക്സിജൻ ഇതാക്കിയിട്ട് കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് തള്ളുന്നു അല്ലെ. ഓക്കെ, അപ്പൊ കാർബൺ ഡയോക്സൈഡ് ഇസ് another important gas. Second point, green plants use carbon dioxide to make their food and release oxygen. And third point, humans or animals release carbon dioxide. Okay, next slide. And the amount of carbon dioxide released by human or animals seem to be equal to the amount used by the plants, which make a perfect balance. അപ്പോൾ എന്താണ് ഈ കാർബൺ ഡയോക്സൈഡ് കൺസ്യൂം ചെയ്യുന്ന മനുഷ്യരും ആനിമൽസും കൺസ്യൂം ചെയ്യുന്നത്, ബ്രീത്ത് ചെയ്യുന്നത് ഒരേ ലെവലായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, however the balance is upset by the burning of fuels. ഇങ്ങനെയുള്ള കോളും ഓയിലും ഒക്കെ നമ്മൾ ഇങ്ങനെ ബേൺ ചെയ്യുമ്പോൾ, ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ ഈ കാർബൺ ഡയോക്സൈഡ് ലെവലിൽ ചേഞ്ചസ് ഉണ്ടാക്കുമെന്നാ പറയുന്നത് അല്ലെ. ദ എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് റിലീസ്ഡ് ബൈ ഹ്യൂമനും അല്ലെ, മനുഷ്യരും മൃഗങ്ങളും ഓക്സിജൻ ഇതാക്കിയിട്ട് കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യുമ്പോൾ അതെന്താണ്, രണ്ടും ഈ ഒരു കാർബൺ ഡയോക്സൈഡ് ലെവലിനെ പെർഫെക്റ്റ് ബാലൻസിലാണ് ആക്കുക എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഈ ഫ്യൂവൽസ് ആയിട്ടുള്ള കോൾസും ഓയിലും ഒക്കെ ഓവർ ആയിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ലെവലിൽ വലിയ രീതിയിലുള്ള ആഘാതം സംഭവിക്കുന്ന, എഫക്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. And they add billions of tons of carbon dioxide into the atmosphere each year. എല്ലാ ദിവസവും നമ്മൾ മനുഷ്യർ അല്ലെങ്കിൽ അനിമൽസ് എത്ര ടൺ കണക്കിനാണ് കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് billions of tons of carbon dioxide into atmosphere. Okay, and as a result, the increased volume of carbon dioxide is affecting the Earth's weather and climate. അങ്ങനെ കാർബൺ ഡയോക്സൈഡ് ലെവൽ കൂടുമ്പോഴാണ് നമ്മുടെ കാലാവസ്ഥയിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. They add up this release of carbon dioxide, that billions of tons of carbon dioxide into atmosphere each year. As a result, the increased volume of carbon dioxide result into the changes in Earth's weather and climate. Okay. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന another ടോപ്പിക് എന്ന് പറയുന്നത് സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ. ഇനി ഈ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്ത് ഉണ്ടാക്കിയെടുത്തത് എന്ന് നോക്കിയാലോ നമുക്ക്. ഓക്കെ, അവർ അറ്റ്മോസ്ഫിയർ ഇസ് ഡിവൈഡഡ് ഇൻടു 5 layers. 5 ലെയറുകളായിട്ടാട്ടോ നമ്മുടെ അറ്റ്മോസ്ഫിയർ ഉള്ളത്. അറ്റ്മോസ്ഫിയറിനെ 5 ലെയറുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാ മക്കൾക്ക് അറിയണ്ടേ? These are, first one it is troposphere, second one stratosphere, third one mesosphere, fourth one thermosphere, fifth one it is exosphere. ഏതൊക്കെയാണ്? our atmosphere is divided into 5 layers. ഏതൊക്കെയാണ്? first one troposphere, second one stratosphere, third one mesosphere, fourth one thermosphere, fifth one exosphere. Okay, ഇതാണ് മെയിൻലി ഈ ഒരു ലെയേഴ്സിൽ കാണിക്കുന്നത്. നോക്കിക്കേ മക്കള്, എക്സോസ്ഫിയർ ഇവിടുന്നാണ് തുടങ്ങുക അല്ലെ, ട്രോപ്പോസ്ഫിയർ, പിന്നെ സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, then thermosphere, then exosphere. Okay, exosphere. Okay, അപ്പൊ നോക്കിക്കേ, ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിന്റെ ഫസ്റ്റ് ലെയർ ആയിട്ടുള്ള ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്താലോ.
നോക്കിക്കേ, ഫസ്റ്റ് പോയിന്റ്, ദിസ് ലെയർ ഇസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ലെയർ എന്ന് പറയുന്നത് ഏതാണ് മക്കളെ? ഇറ്റ് ഈസ് ട്രോപ്പോസ്ഫിയർ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ്സ് ഏവറേജ് ഹൈറ്റ്. ഈ ഒരു ലെയറിന്റെ ഉയരം എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് 13 കിലോമീറ്റർ ആണ്. 13 കിലോമീറ്റർ ആണ് കേട്ടോ ട്രോപ്പോസ്ഫിയർ ഹൈറ്റ് എന്ന് പറയുന്നത്. ദ എയർ വി ബ്രീത്ത്, നമ്മൾ ശ്വസിക്കുന്ന എയർ ഉണ്ടല്ലോ, അത് എക്സിസ്റ്റ് ചെയ്യുന്നത് അറ്റ്മോസ്ഫിയറിന്റെ ഏത് ലെയറിലാണെന്ന് ക്വസ്റ്റ്യൻ വന്നാൽ മക്കളെ എന്ത് പറയും? ഇറ്റ് ഈസ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയണം. പിന്നെയോ ഓൾമോസ്റ്റ് ഓൾ ദ വെദർ ഫിനോമിന, എല്ലാ വിധത്തിലുള്ള വെദർ ഫിനോമിന ആയിട്ടുള്ള റെയിൻഫോളും ഫോഗും ഹെയിൽ സ്റ്റോം ഒക്കെ ഉണ്ടാവുന്നത് ഏത് ലെയറിലാണ് മക്കളെ? നമ്മുടെ ട്രോപ്പോസ്ഫിയറിലാണ് കേട്ടോ. അപ്പോ ഫസ്റ്റ് വൺ, റെയിൻഫോൾ, ഫോഗ്, ഹെയിൽ സ്റ്റോം ഒക്കെ ഉണ്ടാവുന്നത് എവിടെയാണ്? ഈ ഒരു ട്രോപ്പോസ്ഫിയറിലാണ്. ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എൻ ഇമ്പോർട്ടന്റ് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് 13 കിലോമീറ്റർ ആണ്. നമ്മൾ ശ്വസിക്കുന്ന വായു എക്സിസ്റ്റ് ചെയ്യുന്ന ലെയർ ട്രോപ്പോസ്ഫിയർ ആണ്. പിന്നെ എന്തൊക്കെ ഫിനോമിന ആക്ടിവിറ്റീസ് ആണ് ട്രോപ്പോസ്ഫിയറിന്റെ ഭാഗമാകുന്നത്? ഇറ്റ് ഇസ് ഫസ്റ്റ് വൺ, റെയിൻഫോൾ, ഫോഗ് ആൻഡ് ഹെയിൽ സ്റ്റോം. ഓക്കെ, ഇനി നെക്സ്റ്റ് ലെയർ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് ലെയർ ഏതാണ്? അറ്റ്മോസ്ഫിയറിക് ലെയർ ആണ് സ്ട്രാറ്റോസ്ഫിയർ. ഓക്കെ, സ്ട്രാറ്റോസ്ഫിയറിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞാലോ? ഓക്കെ, ആൻഡ് അബോവ് ദി ട്രോപ്പോസ്ഫിയർ ലൈസ് ദ സ്ട്രാറ്റോസ്ഫിയർ. അല്ലെ, ട്രോപ്പോസ്ഫിയറിന്റെ മുകളിലത്തെ ലെയർ ആണ് ഏത് മക്കളെ? സ്ട്രാറ്റോസ്ഫിയർ. അല്ലെ, അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് എക്സ്റ്റെൻഡ്സ് അപ് ടു ഹൈറ്റ് 50 കിലോമീറ്റർ ആണ് കേട്ടോ അതിന്റെ ഹൈറ്റ്. അല്ലെ, ഓക്കെ, നെക്സ്റ്റ്, this layer is almost free from clouds and associated weather phenomenon, making condition most ideal for flying aeroplanes. അല്ലേ, എന്ന് വെച്ചാൽ ഈ എയറോപ്ലെയിൻസിന് ട്രാവൽ ചെയ്യാനുള്ള ക്ലിയർ ആയിട്ടുള്ള വെദർ ഫിനോമിന മേക്ക് ചെയ്ത് കൊടുക്കുന്നത് ആരാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഓക്കെ, എബോവ് ദി ട്രോപ്പോസ്ഫിയറിലാണ് സ്ട്രാറ്റോസ്ഫിയർ ലൈ ചെയ്യുന്നത്. അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 50 കിലോമീറ്റർ ആണ്. പിന്നെ ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ക്ലൗഡ്സ് ആൻഡ് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വെദർ ഫിനോമിന, കാലാവസ്ഥയുമായിട്ടുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ, അതുപോലെ തന്നെ ഈ എയറോപ്ലെയിൻ ഫ്ലൈ ചെയ്യാനുള്ള നല്ല രീതിയിൽ ക്ലിയർ സ്കൈ ഒക്കെ ഫോം ചെയ്യുന്നത് നമ്മുടെ സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ആൻഡ് സ്ട്രാറ്റോസ്ഫിയറിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞാലോ? ആൻഡ് വൺ ഇമ്പോർട്ടന്റ് ഫീച്ചർ ഓഫ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് കണ്ടെയ്ൻസ് എ ലെയർ ഓഫ് ഓസോൺ ഗ്യാസ്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം സ്ട്രാറ്റോസ്ഫിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ സ്ട്രാറ്റോസ്ഫിയറിന് ഉള്ളില് മറ്റൊരു ലെയറും കൂടെ ഉണ്ട്. എന്ത് ലെയറാണ്? ഇറ്റ് ഈസ് എ ലെയർ ഓഫ് ozone gas. Okay, and next point, we have just learned how it protects us from the harmful effect of sun. ഇത്തരം ഈ സ്ട്രാറ്റോസ്ഫിയറിലെ മറ്റൊരു ലെയർ ആയിട്ടുള്ള ഓസോൺ ഗ്യാസ് ആണ് നമ്മുടെ മേലേക്ക് ഈ സൺറൈസ്, ഹാർംഫുൾ ആയിട്ടുള്ള സൺറൈസ് വരാതൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന തേർഡ് അറ്റ്മോസ്ഫിയറിക് ലെയർ ഇറ്റ് ഈസ് മെസോസ്ഫിയർ ആണ്. ഓക്കെ, മെസോസ്ഫിയർ. ഓക്കെ, ദിസ് ഇസ് ദ തേർഡ് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ. ഇത് ലൈ ചെയ്യുന്നത് എന്തിന്റെ മേലാണ്? സ്ട്രാറ്റോസ്ഫിയറിന്റെ മുകളിലായിട്ടാണ് അല്ലെ മെസോസ്ഫിയർ ഉള്ളത്. ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് എക്സ്റ്റെൻഡ്സ് അപ് ടു ഹൈറ്റ് ഓഫ് 80 കിലോമീറ്റർ. സ്ട്രാറ്റോസ്ഫിയറിന്റെ ഹൈറ്റ് എത്രയായിരുന്നു? 50 ആയിരുന്നു അല്ലെ. അതുപോലെ ട്രോപ്പോസ്ഫിയർ 13 ആയിരുന്നു ഹൈറ്റ് അല്ലെ. അപ്പൊ മെസോസ്ഫിയർ എത്രയാണ്? 80 കിലോമീറ്റർ ആണ് ഹൈറ്റ് അല്ലെ. ഇപ്പൊ നോക്കിയേ, മെട്രിയോട്സ് burn up in this layer on entering from the space. ഇവിടെയാണ് മെട്രിയോ ഉൽക്കകളൊക്കെ വീഴുന്നത് നേരിട്ട് ഈ ലെയറിലാണെന്നാ പറയുന്നത്. ഓക്കെ, മെസോസ്ഫിയർ is the third layer of atmosphere and it lies above the stratosphere and it extends up to the height of 80 kilometer and meteoroids burn up in this layer on entering from the space. Okay, any next layer, fourth atmospheric layer is thermosphere. In thermosphere the temperature rises very rapidly with increasing height. ഇവിടെ താപനില പെട്ടെന്ന് ഉയരും. എന്താ, അതിന്റെ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് അതിന്റെ താപനിലയ്ക്കും വലിയ തരത്തിലുള്ള റൈസപ്പ് ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. സെക്കൻഡ് പോയി നോക്കിക്കേ, അയണോസ്ഫിയർ ഇസ് എ പാർട്ട് ഓഫ് ദിസ് ലെയർ. ഈ ഒരു ലെയറിന്റെ ഭാഗമാണ്, തെർമോസ്ഫിയറിന്റെ ഒരു ഭാഗമാണ് ആര്? അയണോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിന്റെ ഒരു ഭാഗമായിരുന്നു ഇത് ഓസോൺ ഗ്യാസ് അല്ലെ. ഓക്കെ, അതാണ് വ്യത്യാസം. അപ്പോ
അപ്പൊ മക്കളെ നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചർ ഉയരുമ്പോ ഇതിന്റെ ഹൈറ്റും ഉയരുന്നു അല്ലെ? തെർമോസ്ഫിയറിന്റെ ഹൈറ്റ് എത്രയാണ്? ഇറ്റ് ഈസ് 80 to 400 കിലോമീറ്റർ ആണ് കേട്ടോ തെർമോസ്ഫിയറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ലെയർ ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ദിസ് ലെയർ ഹെൽപ്സ് ഇൻ റേഡിയോ ട്രാൻസ്മിഷന് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ദ റേഡിയോ വേവ്സ് ട്രാൻസ്മിറ്റഡ് ഫ്രം ദ എർത്ത് ആർ റിഫ്ലക്റ്റഡ് ബാക്ക് ടു ദ എർത്ത് ബൈ ദിസ് ലെയർ. ഭൂമിയിൽ നിന്ന് വരുന്ന ഇത്തരം റേഡിയോ വേവ്സ് എന്ത് ചെയ്യും? അവര് തിരിച്ച് അയക്കും ഈ ലെയറിൽ നിന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ the thermosphere extends between 80 to 400 kilometer and this thermospheric layer helps in radio transmission. In fact, radio waves transmitted from the earth are reflected back to the earth by this layer. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെ കാര്യങ്ങളാണ് മക്കളെ ഡിസ്കസ് ചെയ്തത്? നമ്മൾ മെയിൻലി കമ്പോസിഷൻ അല്ലെ? കമ്പോസിഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ പറഞ്ഞു അല്ലെ? കമ്പോസിഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ. നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്തൊക്കെയാണ്? ഹയർ ക്വാണ്ടിറ്റിയിലുള്ള ഈ അറ്റ്മോസ്ഫിയറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എയറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഗ്യാസസ് ഏതൊക്കെയാണ്? ഇറ്റ് ഈസ് ഫസ്റ്റ് വൺ നൈട്രജൻ, സെക്കൻഡ് വൺ ഓക്സിജൻ. ഓക്കെ, അപ്പൊ ഇത് രണ്ടെണ്ണാണ് ഹയർ ക്വാണ്ടിറ്റിയിൽ എയറിലുള്ളത് അല്ലെ? ഹയർ ക്വാണ്ടിറ്റി. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, തേർഡ് വൺ, ഇറ്റ് ഈസ് വാട്ടർ വേപ്പർ, കാർബൺ ഡയോക്സൈഡ് ആൻഡ് ആർഗൺ. അതൊക്കെ ലെസ്സർ ക്വാണ്ടിറ്റീസിലാണ് എയറിലുള്ളത് അല്ലെ? ലെസ് ക്വാണ്ടിറ്റീസ്. ഓക്കെ, പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ ആണ് അല്ലെ? സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ ഏതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഫസ്റ്റ് വൺ ട്രോപ്പോസ്ഫിയർ, സെക്കൻഡ് വൺ മെസോസ്ഫിയർ, പിന്നെ നമ്മൾ തേർഡ് വൺ സ്ട്രാറ്റോസ്ഫിയർ, ആൻഡ് ഫോർത്ത് വൺ തെർമോസ്ഫിയർ. ഓക്കെ, തെർമോസ്ഫിയർ. ഓക്കെ, അപ്പൊ നമ്മൾ കോമ്പോസിഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ പറഞ്ഞു. നൈട്രജൻ, ഓക്സിജൻ, വാട്ടർ വേപ്പർ, കാർബൺ ഡയോക്സൈഡ്, ആർഗൺ. സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ് ആണ് ട്രോപ്പോസ്ഫിയർ, മെസോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, തെർമോസ്ഫിയർ. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സിമ്പിൾ ചാപ്റ്ററിൽ പറഞ്ഞത് ഈ ഒരു സെഷനിൽ. അപ്പൊ നെക്സ്റ്റ് സെഷനിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.